റേച്ചയുടെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ പോത്തുകൂട്ടികളല്ലേ? അതെ അതെ, ഈസ്റ്റർ ആയിട്ട് ദൈവം സഹായിച്ച് ഒരു ലോഡ് പോത്തുകൂട്ടിൽ എത്തിയിട്ടുണ്ട്. അതെ അതെ. എത്ര പേരാണ് പോത്ത്? 52 എണ്ണം. 52 എണ്ണം. എരുമയുണ്ടോ? എരുമ 2 എണ്ണം. എരുമ 2 പേരേ ഉള്ളൂ. 1 2. ഈ 2 എണ്ണം എരുമയല്ലേ? അത് 2. ഓക്കെ. ആ 2 ഏറെക്കുറെ ഇതാണ് ആയിട്ടുണ്ടല്ലേ. എരുമ എങ്ങനെ കുറച്ചേ കൊണ്ടുവരത്തുള്ളൂ? അത് കിട്ടില്ലല്ലോ, അതല്ലേ ഓർഡർ കുറയുണ്ട്, പക്ഷെ നിങ്ങൾ കിട്ടണ്ടേ സമയത്ത്. പിന്നെ ഈ കാണുന്ന എല്ലാം തന്നെ പോത്തല്ലേ? ഇതെല്ലാം പോത്ത്. ഇതെല്ലാം തന്നെ, എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊമ്പ് ചുരുണ്ട് വന്നിട്ടുണ്ടല്ലേ? അതെ, അത് വളരുന്നതനുസരിച്ചുള്ള കൊമ്പ് വളർന്നുകൊണ്ടിരിക്കും. വളർന്നുകൊണ്ടേയിരിക്കും അല്ലേ? ഈ പ്രാവശ്യം നമുക്ക് തൂക്കം എങ്ങനെ ഉണ്ട് ചേട്ടാ? ഈ പ്രാവശ്യം ഒരു 190, 200 താഴെ, 200 താഴെ 100 മുതൽ പോകുന്നല്ലേ? 200 താഴെ മതി ആൾക്കാർക്ക്. അപ്പം അത് മതി ഇപ്പോഴത്തെ. ഈ ഈസ്റ്ററിന് കൊണ്ടുവന്നിട്ട് നമുക്ക് അടുത്ത ഈസ്റ്റർ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പെരുന്നാളിന് പറ്റിയ സാധനങ്ങളാണ് ഈ നിൽക്കുന്ന മൊത്തം. അതെ അതെ അല്ലേട്ടാ? അതെ അതെ. അവിടുത്തെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് പോത്തിന്റെ ആ രോമത്തിലും വ്യത്യാസം വരും. അപ്പൊ ഇവിടെ ചൂടായി തുടങ്ങി, അപ്പൊ അത് കണ്ട ഈ കളർ ഇത് ഇങ്ങനെ ആയി തുടങ്ങി. ഇനി ഇത് രോമം മൊത്തം കൊഴിയും. ശരി. അത് കഴിയുമ്പോ പിന്നെ ബ്ലാക്ക് വരും. ബ്ലാക്ക് ആവുന്നു. കാലാവസ്ഥ അനുസരിച്ച് പോത്തിന്റെ കളറിനകത്തും ആ രോമത്തിൽ ഒരു വ്യത്യാസങ്ങൾ വരും. തണുപ്പ് കാലത്താകുമ്പോ രോമം കറുപ്പ് നല്ല കറുപ്പായിട്ട് ഇത് വരും. തണുപ്പ് സമയത്ത് അല്ലേ? തണുപ്പ് സമയത്താണ് ഈ രോമം നല്ല ഇതായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ എത്ര തൂക്കമുണ്ട് ഈ കാണുന്ന ചെറിയ കുട്ടികളൊക്കെ? ചെറിയ കുട്ടികളൊക്കെ അതൊക്കെ 120, 110, 120 അത്രേ ഉള്ളൂ. ഇതൊക്കെ 100. ഏറ്റവും വലിയ എത്ര തൂക്ക? 200 അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ അങ്ങോട്ട് നമ്മൾ ആദ്യം കണ്ടല്ലേ? അതിന് 200. അപ്പൊ ഒരു 100 താഴെ ഉണ്ടോ? ഇല്ല, 100 താഴെ ഉണ്ടാവില്ല. ഈ പ്രാവശ്യം 100 താഴെ ഒന്നും ഇല്ല. ഇല്ല. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം 100 താഴെ 2-3 ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇതൊക്കെ എങ്ങോട്ട് പോകാനുള്ള ഇപ്പൊ കൂടുതലും എവിടെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ വന്നേക്കുന്നതിന്? ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുക്കിംഗ് അധികം ഉണ്ട് ശ്യാമ. ഇതെന്ന് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കണ്ണൂര്, കാസർഗോഡ്, ഉപ്പള, ഇരിട്ടി, അങ്ങനെ കോഴിക്കോട്, മലബാർ ഏരിയ കൂടുതൽ ആ ഭാഗത്തേക്കാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞേക്കണം ഈ പ്രാവശ്യം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം ഉണ്ട്, പാറശാലയുണ്ട്, നെടുമങ്ങാടുണ്ട്, അങ്ങനെ എല്ലാ കോട്ടയം എല്ലാ സ്ഥലത്തേക്കും ഉണ്ട്. എല്ലാ സ്ഥലത്തോടും ഉണ്ടല്ലേ? എല്ലാ സ്ഥലത്തേക്കും എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുകയാണല്ലേ? എല്ലാ ഒരു വിളിക്കുന്ന അനുസരിച്ചിട്ട് അവരെ ഇങ്ങനെ ആദ്യം വിളിച്ചവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നല്ലേ? ഓക്കെ. അപ്പൊ കണ്ടമാനം ബുക്കിംഗ് വന്ന് നടക്കുമായിരിക്കും. ഒരുപാട് ബുക്കിംഗ് ഉണ്ട്. സാധനം കൊണ്ടുവരാൻ പറ്റില്ല. കാരണം കഴിഞ്ഞാൽ വിലയുടെ ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയത്. ശരി. കുറയണ ലക്ഷണം ഇല്ല, കൂടിക്കൊണ്ട് തന്നെ. നമ്മൾ ഇടയ്ക്ക് പെരുന്നാൾ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് വില കുറയാന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ കുറഞ്ഞിട്ടില്ല. കുറയില്ല, ഇനി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ.